എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെ SE എന്ന് പറഞ്ഞിട്ട്? ഇല്ല. ഓക്കെ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസൈൻ ചെയ്യുമായിരിക്കും എന്തെങ്കിലും. അതായത് എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് സംതിങ് ആയിരിക്കും എഞ്ചിനീയറിംഗ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് രണ്ടും വരും. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ പറഞ്ഞ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ആണെന്ന് പറഞ്ഞു. അപ്പം പ്രോഗ്രാംസ്, അതായത് ഡിസൈനിങ് വരും, പ്രോഗ്രാംസ് വരും, അങ്ങനെയുള്ള എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്തിനകത്ത് വരുന്നത്? നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത് കേട്ടോ. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ്, ഡെവലപ്പിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് എ സോഫ്റ്റ്വെയർ എന്നായിരിക്കും അതിന്റെ ഡെഫിനിഷൻ വരുന്നത് കേട്ടോ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈൻ വരും, ഡെവലപ്പിംഗ് വരും, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻസ് ഇല്ലേ, ആ ആപ്ലിക്കേഷൻസ് എല്ലാം എന്താണ്? ഓരോരോ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഈ BCS 051 പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിലേക്ക് ചെല്ലുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് 3 ബ്ലോക്സ് ആണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലെ? ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് 3 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SRS. അതായത് ഇതിനകത്ത് പറയുന്ന ഈ ഒരു നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന മൊത്തം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറെ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെ അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SRS ആണ്. സെക്കൻഡ് യൂണിറ്റ് വരുന്നത് ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗും, തേർഡ് യൂണിറ്റ് വരുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ 3 യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SRS ആണ് വരുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SRSനകത്ത് SRS എന്താണെന്നുള്ളതും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നും ഒക്കെയാണ് മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചാണ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. SRSന്റെ ഫുൾ ഫോം വരുന്ന എന്താണ്? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അപ്പൊ ഈ SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആരായിരിക്കും? ഡെവലപ്പേഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഡെവലപ്പേഴ്സിന് ആര് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആയിരിക്കും? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ ക്ലയന്റ്. അതായത് അവർക്ക് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ ഡോക്യുമെന്റിന്റെ ബേസിലായിരിക്കും ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെന്റ്, അതായത് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സും നീഡ്സും ഒക്കെ അനുസരിച്ച്, അതേപോലെ തന്നെ ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഫീച്ചേഴ്സും എല്ലാം കൂടെ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ SRS അല്ലെ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിൽ, ഈ SRSന്റെ ബേസിലായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്, എ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻഡ് സ്ട്രക്ചറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സിസ്റ്റംസ്
requirement, behavior, interface, including all functional use case and non-functional requirements. അതായത് ഒരു സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും, അതിന്റെ ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും, അതിന്റെ ഇന്റർഫേസ് ഉണ്ടായിരിക്കും. അതായത് ഒരു സിസ്റ്റത്തെ സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതെങ്ങനെ, അതായത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എൻഡ് ചെയ്യുമ്പോൾ വരെ എങ്ങനെ നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ SRS എന്ന് പറയുന്നത്. അപ്പൊ SRSന്റെ ബേസിലായിരിക്കും നമ്മൾ ആ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Then the functional use case provide detailed description of various functionalities that need to be supported by the software system from user's point of view. And non-functional requirement എന്ന് പറഞ്ഞാൽ, അതായത് ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് ഇല്ല. ഇപ്പൊ നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ അല്ലെ യൂസർ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫങ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് വരുന്നത്. നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ്, അവൈലബിലിറ്റി, പോർട്ടബിലിറ്റി, സ്കെയിലബിലിറ്റി അങ്ങനെയുള്ള കാര്യം, അതായത് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ട് അല്ലാതെ നോക്കുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും നോൺ ഫങ്ഷണലിനകത്ത് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു SRS എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് SRS being a formal document communicate to all detailed requirement from end users or customers to the software development team. കണ്ടോ, അതായത് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആയിരിക്കും. അത് എന്താ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ഓൾ ഡീറ്റെയിൽഡ് റിക്വയർമെന്റ് ഫ്രം എൻഡ് യൂസേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ടു ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട റിക്വയർമെന്റുകൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, SRS എന്ന് പറയുന്നത്. ഇപ്പൊ വേരിയസ് കൈൻഡ് ഓഫ് റിക്വയർമെന്റ് വരുന്നുണ്ട്. എന്തൊക്കെ വരും, ഫങ്ഷണൽ വരാം, ഓപ്പറേഷണൽ വരാം, റിസോഴ്സസ് വരാം, ഇന്റർഫേസസ് വരാം, ഡോക്യുമെന്റേഷൻസ് വരാം, സേഫ്റ്റി, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, ഈ SRSനകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. SRS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആര് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മുടെ ഡെവലപ്പിംഗ് ടീം ആയിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്ന. എന്തായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് വേണ്ട റിക്വയർമെന്റുകൾ, അതായത് യൂസേഴ്സിന് എന്തൊക്കെ റിക്വയർമെന്റുകളാണ് വേണ്ടത്. പിന്നെ ഡെവലപ്പിംഗ് ടീമും അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് റിക്വയർമെന്റുകളൊക്കെ പറയും, അപ്പൊ ഇംപ്രൂവ്മെന്റ് ഒക്കെ കൊടുക്കും. അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ SRS എന്ന് പറയുന്നത്. ഇവിടെ താഴെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ഈസ് ദാറ്റ് സിസ്റ്റം സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽസ് അബൌട്ട് അൺലൈൻ ഹാർഡ്വെയർ ഓഫ് ദി സിസ്റ്റം ഇൻക്ലൂഡിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ്, സിസ്റ്റം ഡ്രോയിങ്സ്, ഇൻസ്ട്രക്ഷൻസ്, സിസ്റ്റം ഇന്റർഫേസ് ഡീറ്റെയിൽസ്, ഹാർഡ്വെയർ സേഫ്റ്റി റിക്വയർമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്തെന്നായിരുന്നു നമ്മൾ കണ്ടത്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ് SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റും അതേപോലെ തന്നെ സിസ്റ്റം റിക്വയർമെന്റും എന്താണെന്നുള്ള ഒരു ഡിഫറൻസ്, അല്ലെ സിസ്റ്റം സ്പെസിഫിക്കേഷനും സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും അവിടെ വരുന്നത്, സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും, സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസും അതിന്റെ ഇന്റർഫേസും അതിന്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസും ഒക്കെ ആയിരിക്കും വരുന്നത്. സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലോ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷനാലിറ്റി, അതായത് അതിന്റെ യൂസ് കേസ്, അതിന്റെ പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യമേ നമ്മളോട് പറയുന്നത് ഈ SRSന്റെ മെയിൻ കൺസെപ്റ്റ്, അതായത് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ SRSന്റെ ഫസ്റ്റ് ബെനിഫിറ്റ്, അതായത് ഇവിടെ ഈ SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ഓരോ ഡോക്യുമെന്റുകളും പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമല്ലോ. അപ്പൊ ആ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് IEEE. അപ്പൊ IEEE മാത്രമല്ല നമുക്ക് പല സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പം ആ IEEE സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ IEEEയുടെ ഫുൾ ഫോം അറിയാവോ? IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ്. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് IEEE
630 സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ SRSനകത്ത് മെയിൻ ആയിട്ടും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫോംസ് ഇത് ബേസിസ് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലൈസ് അബൌട്ട് ഇത് സോഫ്റ്റ്വെയർ ഫംഗ്ഷനാലിറ്റി. അപ്പൊ അതെന്താ അവിടെ ഫോം ചെയ്യുന്നത്? അതൊരു എഗ്രിമെന്റ്, അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അപ്പം അതാ പറഞ്ഞിരിക്കുന്നത് SRS serves as a structured contract between these parties specifying all functionalities along with the constraints and mentions the behaviors of intended software. End users or customers can verify if the intended software meet all the needs and requirements stated in the user's requirement document. അതായത് നമുക്ക് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? നമ്മൾ പ്ലാൻ അല്ലെ, പ്ലാൻ അതിന്റെ ഒരു പ്ലാൻ നമുക്ക് തരുമല്ലോ. അപ്പൊ ആ ഒരു പ്ലാനിന്റെ ബേസിലായിരിക്കും പിന്നീട് നമ്മൾ വീട് ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ഒരു പ്ലാൻ വേണം. അപ്പൊ ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു SRSനെ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആയിട്ട്. ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ്? കസ്റ്റമേഴ്സും സപ്ലൈസും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? SRS എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമൈസ് ഡെവലപ്മെന്റ് എഫേർട്ട് ആണ്. അപ്പൊ ഒപ്റ്റിമൈസ് ഡെവലപ്മെന്റ് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതായത് നമുക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും എല്ലാം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പറയത്തില്ലേ? നമുക്ക് ഇത്ര മുറികൾ വേണം, അല്ലെങ്കിൽ ഓരോ റൂംസ് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സമയത്തും ആ സോഫ്റ്റ്വെയറിൽ നിന്ന് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് അല്ലെ എന്തൊക്കെ നീഡ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്ക് എന്തായിരിക്കും? ഈ ഡെവലപ്പേഴ്സിന് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഒരു കസ്റ്റമേഴ്സിന് ഇന്ന രീതിക്കുള്ള ഒരു സോഫ്റ്റ്വെയർ അങ്ങനെ റിക്വയർമെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡെവലപ്പിംഗ് ടീംസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഒരു നല്ല സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേസമയം ഇന്ന രീതിക്ക് ഇന്ന ഫീച്ചേഴ്സുകൾ എല്ലാം ഉള്ള ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന് പറഞ്ഞാണ് ക്ലയന്റ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് ആണ് എന്തിനകത്ത് വരുന്നത്? SRSനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവരുടെ എഫേർട്സ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫോംസ് ബേസിസ് ഫോർ എ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ എസ്റ്റിമേഷൻ. അപ്പൊ എന്തായിരിക്കും ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? അതായത് നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് എന്തൊക്കെ റിക്വയർമെന്റുകൾ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതും ആ റിക്വയർമെന്റുകൾ എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റിന്റെ ബേസിസിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ the software portability and installation. അതായത് software usability information contained in SRS help transfer the software across various locations including multiple intercompany department and other customers. അതായത് നമുക്കൊരു സോഫ്റ്റ്വെയറിനെ എവിടെ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആര് ഹെൽപ്പ് ചെയ്യും? ഈ SRS എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹെൽപ്പിന് എൻഹാൻസ്മെന്റ്. ഇതൊക്കെയാണ് എന്തിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? SRSന്റെ ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന അതിന്റെ കീ കൺസേൺസ്. SRSന്റെ കീ കൺസേൺസ് എന്ന് പറയുന്ന ഒന്ന് ഫംഗ്ഷനാലിറ്റി ആണ്. അപ്പൊ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആയിരിക്കും വരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ ഇന്റർഫേസ്. എക്സ്റ്റേണൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദ സോഫ്റ്റ്വെയർ ഇന്ററാക്ട് വിത്ത് ദ എക്സ്റ്റേണൽ സിസ്റ്റം ആൻഡ് എൻഡ് യൂസേഴ്സ് ആയിരിക്കും വരുന്നത്. ഇനി പെർഫോമൻസ് എന്തായിരിക്കും? പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻ സ്പീഡ്, സോഫ്റ്റ്വെയർ അവൈലബിലിറ്റി, റെസ്പോൺസ് ടൈം, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, പെർഫോമൻസിനകത്ത് വരുന്നത്. ഇനി ആട്രിബ്യൂട്ട് ആണല്ലോ, ആട്രിബ്യൂട്ടിനകത്ത് വരുന്നത് പോർട്ടബിലിറ്റി ഉണ്ട്, കറക്റ്റ്നെസ് ഉണ്ട്, മെയിൻറ്റനബിലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എക്സ്റ്റൻഡബിലിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി, അതൊക്കെയാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത്. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആപ്ലിക്കബിൾ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഡിസൈൻ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിംഗ് മാക്സിമം ലോഡ് സപ്പോർട്ടഡ് ബ്രൗസേഴ്സ്, ജാവാസ്ക്രിപ്റ്റ് ഡിപെൻഡൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ, അത് ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, അത് ഏതൊക്കെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൺസ്ട്രെയിൻസിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു SRSന്റെ കീ കൺസേൺസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്, എക്സ്റ്റേണൽ ഇന്റർഫേസ് വരുന്നുണ്ട്, പെർഫോമൻസ് വരുന്നുണ്ട്, ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, പിന്നെന്താണ്? കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് SRSന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ SRS ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നത് എന്താണ്?
കറക്റ്റ് ആണ്, അതേപോലെ തന്നെ അൺഅംബിഗസ് ഉണ്ട്, പിന്നെന്താണ് പ്രിസൈസ് ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്, കൺസിസ്റ്റന്റ്, വെരിഫയബിൾ, പിന്നെ മോഡിഫയബിൾ, ട്രേസബിൾ, റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ഓർ സ്റ്റെബിലിറ്റി ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? SRS ഷുഡ് സ്പെസിഫൈ ദ ഫംഗ്ഷനാലിറ്റി കറക്റ്റ്ലി ഫ്രം ഓൾ ആസ്പെക്ട്. ഇറ്റ് ഓൾസോ കണ്ടിന്യൂലി അപ്ഡേറ്റഡ് ടു റിഫ്ലക്ട് ഓൾ ദ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് എൻഹാൻസ്മെന്റ്. അതായത് SRS കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന, അതായത് ക്ലയന്റ് കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അത് അവരുടെ റിക്വയർമെന്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ എന്തായിട്ട് കൊടുത്തിരിക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും, SRSന്റെ ബേസിലായിരിക്കും എന്തിനെ ഡെവലപ്പ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർമെന്റുകൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിക്വയർമെന്റുകൾ നമ്മൾ കൊടുത്തിരിക്കണം SRSനകത്ത്. അപ്പൊ അതാണ് ആദ്യത്തെ ഫീച്ചർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അൺഅംബിഗസ് ആണ്. അപ്പൊ അൺഅംബിഗസ് എന്ന് പറഞ്ഞാൽ SRS എന്ന് പറയുന്ന റിട്ടേണിംഗ് natural language. It is possible for it to interpret in multiple ways based on context, cultural background, etc. SRS should consider these things to define and redefine in most unambiguous fashion as possible. അപ്പം എന്തായിരിക്കാം, SRSനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ SRS എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനകത്ത്, അതായത് ഡെവലപ്പിംഗിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഅംബിഗസ് എന്ന് പറയുന്നത്. പിന്നെ പ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ദ ഡിസ്ക്രിപ്ഷൻ ഷുഡ് നോട്ട് ബി കണ്ടെയ്ൻ ഫിസി വേർഡ്സ് സോ ആസ് മേക്ക് ഇറ്റ് പ്രിസൈസ്. ഇനി നെക്സ്റ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. SRS provide all the details required by the software designers for design and implementation of intended software. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനല്ലേ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനുള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കണം എന്നുള്ളത്. പിന്നെ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജീസ്, ഡെഫിനിഷൻസ് ആൻഡ് അതേഴ്സ് യൂസ്ഡ് ത്രൂ ഔട്ട് ദ SRS ഷുഡ് ബി കൺസിസ്റ്റന്റ്. അപ്പൊ എന്താ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെർമിനോളജീസും അതേപോലെ തന്നെ ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം കൺസിസ്റ്റന്റ് ആയിരിക്കണം, അബ്രിവേഷൻസും അല്ല. അതായത് ത്രൂ ഔട്ട് നമ്മൾ എന്തായിരിക്കും, ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ ആ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വെരിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സപ്ലിമെന്റ്സ് വിത്ത് അൺഅംബിഗസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓൾ റിക്വയർമെന്റ് ഷുഡ് ക്വാണ്ടിഫൈഡ് വിത്ത് എക്സാക്ട് ആൻഡ് വെരിഫയബിൾ നമ്പേഴ്സ്. അതായത് ഇത് ഹോം പേജ് ഷുഡ് ലോഡ് ക്വിക്ക്ലി എന്ന്. അതായത് നമ്മളിപ്പോ എന്തായിരിക്കും, നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കിട്ടണം എന്നുള്ളതല്ലേ. അതായത് ഒരു ലോഡിംഗ് ടൈം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായിരിക്കും, നമുക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. അപ്പൊ എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് തന്നെ, അതായത് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്ന റിസൾട്ടുകളെല്ലാം എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നോ അത്രയും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനോട് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എന്തായിരിക്കും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, വെരിഫയബിളിനകത്ത് വരുന്നത്. അതായത് ആ ലോഡിംഗ് ടൈമും എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ് ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഈ വെരിഫയബിൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ നോക്കുന്നത്. ഇനി മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, the requirement should be detailed only once throughout the document so that it is easy to modify and maintain the document in long run. To ensure SRS modifiable, it should be coherent, avoid redundancy, state each requirement separately. മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു SRS പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ, എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ അതാണ് എന്തിനകത്ത് വരുന്നത്, മോഡിഫയബിൾ. അതായത് ഇതെല്ലാം എന്തിനു മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ആ ഒരു ഡെവലപ്പിംഗിലേക്ക് ചെല്ലുന്നതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ട്രേസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, SRS ഷുഡ് മാപ്പ് ദ റിക്വയർമെന്റ് ടു അതർ ബിസിനസ് ഓർ യൂസർ റിക്വയർമെന്റ് ഡോക്യുമെന്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രേസ് ദ റിക്വയർമെന്റ്. ഇറ്റ് ഷുഡ് ഓൾസോ സപ്പോർട്ട് ബാക്ക്വേർഡ് ട്രേസബിലിറ്റി ആൻഡ് ഫോർവേഡ് ട്രേസബിലിറ്റി. അതായത് നമുക്ക് നമ്മുടെ റിക്വയർമെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ട്രേസബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ഓർ സ്റ്റെബിലിറ്റി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിക്വയർമെന്റ് ഷുഡ് ബി റാങ്ക്ഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡീംഡ് ബിസിനസ് ഓഫ് യൂസർ ഇമ്പോർട്ടൻസ്. അതായത് അതിന്റെ സ്റ്റെബിലിറ്റിയും ആ SRSന്റെ ഇമ്പോർട്ടൻസിന്റെയും ഒക്കെ ബേസിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റുകൾ ചിലപ്പം എന്താ ചേഞ്ച് ആവാനുള്ള ചാൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിലായിരിക്കും എന്ത് നിൽക്കുന്നത്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യം നിൽക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതായത് അതിനകത്ത് വന്നിരിക്കുന്ന എസെൻഷ്യൽ, കണ്ടീഷണൽ, ഓപ്ഷണൽ ആയിട്ടുള്ള റിക്വയർമെന്റിന്റെ ഒക്കെ ബേസിലായിരിക്കും നമ്മൾ എന്തിനെ പറയുന്നത്, ഈ ഡിഗ്രി ഓഫ് ഇമ്പോർട്ടൻസിനെ നമ്മൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്, ഒരു SRSന്റെ മെയിൻ ആയിട്ടുള്ള എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അത് കറക്റ്റ് ആയിരിക്കണം, അൺആംബിഗസ് ഉണ്ട്, പ്രിസൈസ് ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്, കൺസിസ്റ്റന്റ് ഉണ്ട്, വെരിഫയബിൾ ഉണ്ട്, മോഡിഫയബിൾ ഉണ്ട്, ട്രേസബിൾ ഉണ്ട്, റാങ്ക്ഡ് ഫോർ ഇമ്പോർട്ടൻസ് ഓർ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് SRS ആണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പാക്ട് ഓഫ് SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇമ്പാക്ട് ഓൺ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു SRS ഡെവലപ്പ് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോ വീടിന്റെ പ്ലാൻ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ആ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര ഫണ്ട് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേറി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് എന്ത് വരുമ്പോഴും SRS വരുമ്പോഴും. SRS എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. SRS എന്ന് പറയുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് രണ്ടിനകത്തും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈക്വലി കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം ആയിരിക്കും. അതായത് വീടിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ SRSനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില എന്താ SRSനകത്ത് ഫീച്ചേഴ്സ് കയറ്റാം, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂളിനെ പറ്റിയാണ് അവിടെ ആദ്യം പറഞ്ഞത്. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആദ്യം തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്ര കോസ്റ്റില് ഇത്ര ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്താ മുന്നേറി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഇമ്പാക്ട് ഓൺ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി ഇമ്പാക്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു SRS എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റ് എന്ന് പറയുന്നത് അത്രയും എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു റിക്വയർമെന്റ് ആയിരിക്കും, റിക്വയർമെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്, ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് നമ്മൾ റീടെസ്റ്റ് ചെയ്യോ, റീകോഡ് ചെയ്യോ, റീഡിസൈൻ ചെയ്യോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കും, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റിനെ ബാധിക്കും. അപ്പൊ SRS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ റിക്വയർമെന്റും കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതാണ് ക്വാളിറ്റി ഇമ്പാക്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇമ്പാക്ട് ഓൺ ഓവറോൾ കസ്റ്റമർ ഓർ യൂസർ സാറ്റിസ്ഫാക്ഷൻ. improperly translated user requirement would damage the customer confidence on the software product and reduce the usability of overall satisfaction index. അതായത് എന്താ നമ്മളിപ്പോ കൊടുക്കുന്ന, അതായത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 99% അത് എന്താ ഫെയിൽ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് യൂസർ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റ് തെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിലായിരിക്കും ആര് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ പക്ഷേ അത് ആരിലൊരു ഇതുണ്ടാക്കും, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ കസ്റ്റമറുടെ ഓവറോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്യപ്പെടാൻ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇമ്പാക്ട് ഓൺ മെയിൻ്റനൻസ്, അതായത് വിതൗട്ട് പ്രോപ്പർ ട്രേസബിലിറ്റി ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ടു എക്സ്റ്റെൻഡ് ദ സോഫ്റ്റ്വെയർ, എൻഹാൻസ് ഇറ്റ് ആൻഡ് ഫിക്സ് ദ ഇഷ്യൂസ്. അതായത് ട്രേസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. ട്രേസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ കാര്യവും ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്തോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ട്രേസബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്ട്രാ എന്തെങ്കിലും വേണോ, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തോ, അതാണ് എന്തിനകത്ത് പറയുന്നത്, ഇമ്പാക്ട് ഓൺ മെയിൻ്റനൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം നോക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു SRSന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെ ഇമ്പാക്ട് ഓഫ് SRS എന്ന് പറയുന്നത്. പിന്നെ ബെസ്റ്റ് പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ് ഗുഡ് ക്വാളിറ്റി SRS. അപ്പൊ SRS നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. ഒന്ന് നേച്ചർ ഓഫ് SRS ഉണ്ട്, പിന്നെ എന്താണ് എൻവയോൺമെന്റ് ഉണ്ട്, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ ജോയിന്റ് പ്രിപ്പറേഷൻ ഉണ്ട്, SRS എവല്യൂഷൻ ഉണ്ട്.
അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിന്റെ നേച്ചറും എൻവയോൺമെന്റും ക്യാരക്ടറിസ്റ്റിക്കും ജോയിന്റ് പ്രിപ്പറേഷനും SRS എവല്യൂഷനും. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ SRS പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഡീപ് ഡ്രൈവ് ടു SRS സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ SRS സ്ട്രക്ചർ കണ്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRSന്റെ സ്ട്രക്ചർ ഇത് ഇവിടെ വെച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് കേട്ടോ. അതായത് ഒരു SRS നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന. ഓരോ സെക്ഷൻ വൈസ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു SRS പ്രിപ്പറേഷൻ 10 മാർക്ക് 20 മാർക്കിനോ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ പർപ്പസ്, സ്കോപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് പല സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പുകളെല്ലാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം അങ്ങനെ തന്നെ ഓർത്തിരുന്ന് വേണം നമ്മൾ SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. SRSന്റെ സ്ട്രക്ചർ അപ്പൊ ഫസ്റ്റ് സെക്ഷൻ SRSന്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് IEEE സ്റ്റാൻഡേർഡ്, നമ്മളിവിടെ IEEE സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് IEEE സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ SRS ഡോക്യുമെന്റ് ബ്രോഡ്ലി പ്രൊവൈഡ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലേസ് ദ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഫോർ ദി സോഫ്റ്റ്വെയർ. അപ്പൊ എന്തായിരിക്കും അവിടെ വരുന്നത്? അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമല്ലോ, അപ്പൊ അതിന്റെയാണ് SRS പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം അതിനെ പറ്റിയുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വേണം നമ്മൾ എവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, SRSനകത്ത് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് എന്താണ് കുറച്ച് സബ്സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പർപ്പസ് വരുന്നുണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? എക്സ്പ്ലെയിൻ ഇത് മെയിൻ പർപ്പസ്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്, അതാണ് നമ്മളവിടെ പറയേണ്ടത്. ഇനി സ്കോപ്പ് ആണ് അടുത്തത് വരുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതിന്റെ ഫങ്ഷനാലിറ്റി എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ആ HMS അല്ലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ ഡെവലപ്പ് ചെയ്തു, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഫങ്ഷനാലിറ്റി എന്താണ്, അതെന്താണ് നമുക്ക് തരുന്നത്, അതായത് എൻഡ് യൂസേഴ്സിന് എന്താണ് അത് തരുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി എന്താണ് വരുന്നത്? ഡെഫിനിഷൻസ്, അക്രോണിംസ് ഓർ അബ്രിവേഷൻസ്. അപ്പൊ ഡെഫിനിഷൻ, അക്രോണിംസ് ഓർ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചില ഷോർട്ട് ടൈംസ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ SRS കണ്ടില്ലേ, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അതിന് ഷോർട്ട് ആയിട്ടാണ് നമ്മൾ എന്തെന്ന് എഴുതിയിരിക്കുന്നത്, SRS എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടേംസുകളൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ ഈ SRSനകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഷോർട്ട് ടേംസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഡിഫൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നതാണ്. അതായത് അതാണ് അക്രോണിംസ് എന്ന് പറയുന്നത്. SRS എന്ന് പറയുന്ന ഒരു അക്രോണിം ആണ്. അത് എന്താണെന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ. അപ്പൊ അതാണ് ഡെഫിനേഷൻ ആൻഡ് അക്രോണിംസ് ഓർ അബ്രിവേഷൻ സെക്ഷനിൽ വരുന്നത്. ഇനി റെഫറൻസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് റെഫറൻസിനകത്ത് വരുന്നത്. ഇനി ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് പ്രൊവൈഡ് ദ ഓർഗനൈസേഷൻ ഓഫ് എൻറ്റയർ SRS ഡോക്യുമെന്റ് ആൻഡ് ഹെൽപ്പ് വിത്ത് റീഡബിലിറ്റി. അപ്പം നമ്മുടെ ആ ഒരു SRSന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്താണോ, ആ സപ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ എവിടെ പറയേണ്ടത്? ഈ ഓവർവ്യൂവിനകത്ത് പറയേണ്ടത്. അപ്പൊ അത്രയാണ് എവിടെ വരുന്നത്? ഇൻട്രൊഡക്ഷനകത്ത് വരുന്നത്. അതായത് സെക്ഷൻ 1 ഒരു SRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷന്റെ സബ് ആയിട്ട്, അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് സബ് വരുമ്പോൾ 1.1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പർപ്പസ്, പിന്നെ സ്കോപ്പ്, ഡെഫിനിഷൻ, അക്രോണിംസ് ഓർ അബ്രിവേഷൻസ്, റെഫറൻസസ്, ഓവർവ്യൂ, ഇത്രയും പറയാം. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന എന്തായിരിക്കും? നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഫങ്ഷനാലിറ്റി എന്താണോ അതിനെ പറ്റി ആയിരിക്കും നമ്മൾ പറയുന്നത്. പറഞ്ഞിരിക്കുന്ന ദിസ് സെക്ഷൻ ഇലാബറേറ്റ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ദി ഇന്റൻഡഡ് സോഫ്റ്റ്വെയർ ഇൻ ഫൈനൽ ഡീറ്റെയിൽസ് കണ്ടെയ്നിങ് ദ ഫോളോയിങ് സബ്സെക്ഷൻസ്. അപ്പൊ പറയുന്നുണ്ട് ആദ്യം എന്താണ്? പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയും, പ്രൊഡക്റ്റ് ഫങ്ഷൻസ് പറയും, യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നുണ്ട്, ജനറൽ കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്, പിന്നെന്താണ്? അസംപ്ഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? This subsection describe the product interface and relationship with the other
പ്രോഡക്റ്റ്, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഇന്റർഫേസ്, ആ പ്രോഡക്റ്റിന്റെ ഇന്റർഫേസ് എന്താണ്, ബാക്കിയുള്ള പ്രോഡക്റ്റുകളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന റിലേഷൻഷിപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, പ്രോഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടല്ലോ, മേജർ ആയിട്ടുള്ള ആ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണോ അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ, അതായത് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ആണ്, അതേപോലെ തന്നെ എന്താ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റ് ഫംഗ്ഷനകത്ത് വരുന്നത്. ഇനി യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലോ, യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേണ്ട റിക്വയർമെന്റുകളും അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. ഇനി ജനറൽ കൺസ്ട്രെയിൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ്, മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ജനറൽ കൺസ്ട്രെയിൻസിനകത്ത് വരുന്നത്. ഇനി അസംഷൻസ് ആൻഡ് ഡിപെൻഡൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ല, സെക്യൂരിറ്റി, പെർഫോമൻസ്, അതൊക്കെയാണ് അസംഷൻസ് ആൻഡ് ഡിപെൻഡൻസിക്കകത്ത് വരുന്നത്. അപ്പൊ അത്രയാണ് എവിടെ വരുന്നത്, നമ്മുടെ ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത് വരുന്നത്. അതായത് ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത്. അതിനുള്ളിൽ എന്തൊക്കെ സബ്സെക്ഷൻസ് ആണ് വരുന്നത്, പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, പ്രോഡക്റ്റ് ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ജനറൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അസംഷൻസ് ആൻഡ് ഡിപെൻഡൻസീസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 3 ആണ്. അപ്പൊ സെക്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് റിക്വയർമെന്റ് ആണ് സെക്ഷൻ 3 വരുന്നത്. അപ്പൊ ഈ സെക്ഷൻ 3ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്, സ്പെസിഫിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സെക്ഷൻ പ്രൊവൈഡ് ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷൻ. അതായത് തൊട്ട് മുന്നേ നമ്മൾ എന്താണ് ഒരു ഓവറോൾ, അതായത് ജനറൽ ഡിസ്ക്രിപ്ഷനെ കണ്ടുള്ളൂ, അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോയില്ല, ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. അതേസമയം നമ്മൾ ഈ സ്പെസിഫിക് റിക്വയർമെന്റിനകത്ത് എന്തായിരിക്കും വരുന്നത്, ഇൻ ഡെപ്ത്, അതായത് നമ്മുടെ ആ ഫങ്ഷണൽ സൈഡിൽ നിന്നുള്ളത് നോൺ ഫങ്ഷണൽ സൈഡിൽ നിന്നുള്ളതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എവിടെ പറയുന്നത്, ഈ സ്പെസിഫിക് റിക്വയർമെന്റിനകത്ത് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് സെക്ഷൻ പ്രൊവൈഡ് ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ് വരും, പിന്നെന്താണ് ER ഡയഗ്രാംസ് വരും, അങ്ങനെ വെബ് സർവീസ്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ നോക്കുന്നത്. ഇനി ഫങ്ഷണൽ റിക്വയർമെന്റ് വരുവാണെന്നുണ്ടെങ്കിലോ, അതായത് നമ്മുടെ യൂസ് കേസ് വരും, അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർസും അതിന്റെ റിക്വയർമെന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. ഇനി പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ റെസ്പോൺസ് ടൈമും കാര്യങ്ങളൊക്കെ ഇല്ല, അതായത് നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എത്ര പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോ ലോഗിൻ ചെയ്യുമ്പോഴേക്ക് എത്ര പെട്ടെന്ന് അത് ലോഗിൻ ചെയ്ത് കയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഡിസൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഓൾ കൺസ്ട്രെയിൻസ് ഫോർ ഡിസൈനിങ് ദ സോഫ്റ്റ്വെയർ ആയിരിക്കും വരുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, എന്ത് സ്റ്റാൻഡേർഡ്സ്, എല്ലാ പ്രൈവസിയും അതേപോലെ തന്നെ എല്ലാ പോളിസീസും കാര്യങ്ങളും എല്ലാം അവർ നോക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റാൻഡേർഡ് കംപ്ലൈൻസിനകത്ത് വരുന്നത്. ഇനി ലോജിക്കൽ ഡേറ്റാബേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ് റിലേറ്റഡ് ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും അവിടെ വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആയിരിക്കും ഇവിടെ പറയുന്നത്. അപ്പൊ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറർ ഹാൻഡ്ലിങ്, അതേപോലെ തന്നെ ഫോൾട്ട്, അതായത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ അവൈലബിലിറ്റി, റിലയബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻറ്റനബിലിറ്റി ഒക്കെ ആയിരിക്കും എവിടെ വരുന്നത്, ഒരു സോഫ്റ്റ്വെയറിന്റെ സിസ്റ്റം ആട്രിബ്യൂട്ടിനകത്ത് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളുടെ ബേസിലായിരിക്കും നമ്മൾ എന്തിനെ പ്രിപ്പയർ ചെയ്യുന്ന, SRS പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിന്റെ ഈ ഒരു അപ്പൻഡിക്സ് സെക്ഷൻ എന്ന് പറയുന്നത് കൂടെ നമ്മൾ വരുന്നുണ്ട്. ഈ അപ്പൻഡിക്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ റഫറൻസും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ചെയ്യുന്നത്. അതായത് നമുക്ക് റഫറൻസ് ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് നമ്മൾ എവിടെ ആയിരിക്കും പറയുന്നത്, ഈ അപ്പൻഡിക്സ് സെക്ഷനിലായിരിക്കും പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരു SRSന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു SRS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ SRSനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്താണ് വരുന്നത്, ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഓരോ സെക്ഷൻ വൈസ് നിങ്ങൾ പഠിച്ചു വെച്ചോണം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ താഴോട്ട് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, അപ്പൊ ആ ഒരു എക്സാമ്പിൾ മോഡൽ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ആദ്യമേ ഈ ഒരു ബേസിക് ആയിട്ട് ഇത് ഓരോന്നിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യം മനസ്സിലാക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ
ഇൻട്രൊഡക്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, സബ്സെക്ഷൻസ് വരുന്നുണ്ട്, പർപ്പസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ഡെഫിനേഷൻസ്, അക്രോണിംസ് ഓർ അബ്രിവേഷൻസ് വരുന്നുണ്ട്, റെഫറൻസ് ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എന്താണ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്, പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, പ്രൊഡക്റ്റ് ഫംഗ്ഷൻസ് ഉണ്ട്, യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ജനറൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് വരുന്നുണ്ട്. ഇനി സ്പെസിഫിക് റിക്വയർമെന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാ വരുന്നത്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ്, ഫങ്ഷണൽ റിക്വയർമെന്റ് ഉണ്ട്, പെർഫോമൻസ് റിക്വയർമെന്റ് ഉണ്ട്, ഡിസൈൻ കൺസ്ട്രെയിൻസ്, സ്റ്റാൻഡേർഡ് കംപ്ലൈൻസ്, ലോജിക്കൽ ഡേറ്റാബേസ് റിക്വയർമെന്റ്, സോഫ്റ്റ്വെയർ സിസ്റ്റം അട്രിബ്യൂട്ട്. ഇനി നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് സെക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു SRSന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് 2 സ്റ്റാൻഡേർഡ്സ് ആണ് മെയിൻ ആയിട്ടും വരുന്നത് SRSന്. ഒന്ന് IEEE, ഒന്നെന്ന് പറയുന്നത് DOD. അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ IEEE സ്റ്റാൻഡേർഡ് നമുക്ക് മതി കേട്ടോ. IEEE എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നമ്മളപ്പോ കണ്ടു. അപ്പൊ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. DOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു മിലിറ്ററി സ്റ്റാൻഡേർഡ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. IEEE സ്റ്റാൻഡേർഡിന്റെ കറക്റ്റ് IEEE സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്പറിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അതായത് ഈ നമ്പറിങ്ങും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. അപ്പം ഇത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണ് കേട്ടോ ഈ SRS എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താ വരുന്നത്, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ അത് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ 1 എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ആണ്. അതിന്റെ സബ് ആയിട്ട് 1.1 പർപ്പസ് ഓഫ് ദി സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, 1.2 scope of the product, 1.3 definitions, acronyms and abbreviations, 1.4 reference, 1.5 overview of the rest of the software requirement specification. ഇനി രണ്ടാമത്തെ വരുന്ന എന്താണ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ. ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത് 2.1 വരുന്ന എന്താണ്, പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ്. പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് 2.1.1 എന്തൊക്കെയാണ് വരുന്നത്, സിസ്റ്റം ഇന്റർഫേസ് വരുന്നുണ്ട്, യൂസർ ഇന്റർഫേസ് വരുന്നുണ്ട്, ഹാർഡ്വെയർ ഇന്റർഫേസ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഇന്റർഫേസ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ എന്തിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ ഈ ഇന്റർഫേസിനകത്ത് വരുന്നുണ്ട്. എന്ത് ഇന്റർഫേസ് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് വരുമ്പം സിസ്റ്റം, യൂസർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസസ്, ലാസ്റ്റ് എന്താണ്, ഓപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കണം. അപ്പൊ അത് 2.1 ആണ് നമ്മുടെ ആ സെക്ഷന് നമ്പർ. അതായത് 2.1 എന്നാണ് പ്രൊഡക്റ്റ് ജനറൽ ഡിസ്ക്രിപ്ഷനകത്തെ ആദ്യത്തെ സബ് സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, 2.1 പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ്. ആ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിന്റെ സബ്സെക്ഷൻസ് ആണ് എന്തൊക്കെ, 2.1.1 സിസ്റ്റം ഇന്റർഫേസ്, 2.1.2 യൂസർ ഇന്റർഫേസ്, 2.1.3 ഹാർഡ്വെയർ ഇന്റർഫേസ്. അങ്ങനെ അപ്പൊ അതിനകത്ത് ആ നമ്പറിങ് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോണം. നമ്പറിങ് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കണം. ഇനി 2.2 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. 2.3 എന്താണ്, യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 2.4 ജനറൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. 2.5 അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ്. ഇനി മൂന്നാമത്തേത് വരുന്ന എന്താണ്, സ്പെസിഫിക് റിക്വയർമെന്റ്. ആ സ്പെസിഫിക് റിക്വയർമെന്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ് 3.1 ഫസ്റ്റ് വരുന്നത്. അതിന്റെ സബ് പോയിന്റ്സ്, അതായത് സ്പെസിഫിക് റിക്വയർമെന്റിന്റെ സബ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ്. 3.2 ഫങ്ഷണൽ റിക്വയർമെന്റ്. 3.3 എന്ന് പറയുന്നത് പെർഫോമൻസ് റിക്വയർമെന്റ്. ഇനി 3.4നകത്ത് ഡിസൈൻ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. അതിന്റെ സബ് ആണ് നമ്മൾ കണ്ട സ്റ്റാൻഡേർഡ് കംപ്ലൈൻസ് എന്ന് പറയുന്നത്. ഈ 3.5നകത്ത് ലോജിക്കൽ ഡേറ്റാബേസ് റിക്വയർമെന്റ് വരുന്നുണ്ട്. 3.6നകത്ത് വരുന്ന കാര്യമാണ് നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട എന്ത്, സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട്. ആ സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ കണ്ടു റിലയബിലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, മെയിൻ്റെനബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്, 3.6നകത്ത് വരുന്നുണ്ട്. ആ 3.6ന്റെ സബ് ആയിട്ടാണ് എന്തൊക്കെ വരുന്നത്, ഈ റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റെനൻസും ഒക്കെ വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ നമ്പറിംഗ് ചെയ്യണം, 3.6.1, 3.6.2, 3.6.3, 3.6.4. പിന്നെ ലാസ്റ്റ് എന്താണ് വരുന്നത്, അപ്പൻഡിക്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്ത അത് എവിടെ എന്തിന്റെയൊക്കെ ബേസിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തതെന്നുള്ള ആ ഒരു എന്താണ് റഫറൻസുകളാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് ഒരു IEEEയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ.
അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും SRS എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് അത് എഴുതണം എന്നുണ്ടെങ്കിൽ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഈ ഒരു കാര്യം, ഈ ഒരു സെക്ഷൻസ് ഓരോന്നും ഓർത്ത് വെച്ചോണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ DODയുടെ സ്റ്റാൻഡേർഡും കൂടെ അവർ പറയുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതിനകത്ത് ആദ്യം വരുന്ന സ്കോപ്പാ വരുന്നത്. അപ്പൊ അതിനകത്ത് ഐഡന്റിഫിക്കേഷൻ, CSI ഓവർവ്യൂ, ഡോക്യുമെന്റ് ഓവർവ്യൂ അങ്ങനെ വരുന്നത്. അപ്പം ഇതിന്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല, നമ്മളോട് ഇത് ചോദിക്കാറുമില്ല. പിന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് ആപ്ലിക്കബിൾ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് ഡോക്യുമെന്റും നോൺ ഗവൺമെന്റ് ഡോക്യുമെന്റും ഒക്കെയാണ് വരുന്നത്. പിന്നെ 3 വരുന്നത് എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ്. അപ്പൊ അതിനകത്ത് CSI എക്സ്റ്റേണൽ ഇന്റർഫേസ് വരുന്നുണ്ട്, CSI കേപ്പബിലിറ്റി റിക്വയർമെന്റ്, എക്സ് കേപ്പബിലിറ്റി വരുന്നുണ്ട്, ഇന്റർനാഷണൽ ഇന്റർഫേസ് വരുന്നുണ്ട്, ഡാറ്റ എലമെന്റ് വരുന്നുണ്ട്, പിന്നെ അഡാപ്ഷൻ റിക്വയർമെന്റ്സ്, അതിനകത്ത് ഇൻസ്റ്റലേഷൻ ഉണ്ട്, ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ സൈസിങ്, ടൈമിങ്, സേഫ്റ്റി റിക്വയർമെന്റ്, സെക്യൂരിറ്റി റിക്വയർമെന്റ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് വരുന്നുണ്ട്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫോർ ഡെലിവറി വരുന്നുണ്ട്, നോട്ട് ആൻഡ് അപ്പൻഡിക്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് IEEE സ്റ്റാൻഡേർഡ് ആണ് വേണ്ട. അപ്പൊ നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വേണ്ട, നമുക്ക് IEEE ആണ്. അപ്പൊ IEEE സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ ഓരോ സെക്ഷനും പഠിക്കുക. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കൊരു SRS ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ IEEE സ്റ്റാൻഡേർഡ് കണ്ടു. അപ്പൊ അതിനകത്ത് എന്താണ്, ജസ്റ്റ് ഹെഡിങ്ങുകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവര് XYZ O എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റോറിനെ പറ്റിയുള്ള ഒരു സംഭവമാണ് തന്നിരിക്കുന്നത്. അപ്പൊ XYZ ഓൺലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്, റെന്റൽ ഹാസ് done a recent survey of their market competitions and found that its competitors are heavily using the online channels to supplement their in-store sales. The survey also indicated that online platform better suit XYZ rentals long-term strategy for expanding the user base across various locations and improve the customers' loyalty through the targeted companies and promotions. Hence, the XYZ corporations decide to develop an online commerce platform to interactive fashion. The first interaction allows customers to search for the product view and product details and pricing. Allows the product to add the shopping cart and perform checkout. അപ്പം ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, ഇതെന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഒരു ഷോപ്പിംഗ് സൈറ്റിനെ പോലെയുള്ള ഒരു ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു SRS ആണ്. അപ്പം എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൈസിങ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് കാർട്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചെക്ക്ഔട്ട് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആയിട്ട് പറയുന്നത് എന്താണ്, നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതായത് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, പിന്നെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ SRS ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഒരു ഷോപ്പിംഗ് കാർട്ട് സിസ്റ്റത്തിന്റെ. അപ്പം SRS ഫോർ XYZ ഓൺലൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടു ഇൻട്രൊഡക്ഷൻ. അപ്പൊ എന്താണ്, 1 ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുക. ഇൻട്രൊഡക്ഷന്റെ അടിയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, 1.1 പർപ്പസ്. അപ്പൊ പർപ്പസ് എന്തോ കൊടുത്തിരിക്കുന്നത് കണ്ടു. ദ പർപ്പസ് ഓഫ് SRS ഡോക്യുമെന്റ് ഈസ് ടു ഡിഫൈൻ സിസ്റ്റം അണ്ടർ ഡെവലപ്മെന്റ്, നെയിംലി XYZ ഓൺലൈൻ,
The intended audience of this document include site administrator of XYZ and the end users of the SYZ. Other intended audience include development team, business analyst, design team, enterprise architect, system testing team, infrastructure team and system team. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന പർപ്പസ്, പർപ്പസിനകത്ത് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRS പർപ്പസ്, അതായത് ഈ ഒരു XYZ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്, പിന്നെന്താണ് അതിന്റെ മെയിൻ മൊഡ്യൂളുകൾ, അതായത് ഈ ഡോക്യുമെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത്, ആരൊക്കെയാണ് വരുന്നത്, അഡ്മിനിസ്ട്രേറ്ററും വരുന്നുണ്ട്, എൻഡ് യൂസേഴ്സും വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് സ്കോപ്പ്, സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, XYZ ഹാസ് envisioned by the executive management as the part of their overall sales strategy after discovering their huge scope for increasing sales by selling the product online. അപ്പൊ എന്താ അവരുടെ സ്കോപ്പ് എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ ഇതിലേക്ക് അവരുടെ സിസ്റ്റത്തിനെ മാറ്റി അതിന്റെ സെല്ലിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സ്കോപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമർ ലോയാലിറ്റി ഇൻക്രീസ് ചെയ്യുക, അതൊക്കെയാണ് അതിന്റെ ഗോൾ. അതായത് ആ സ്കോപ്പ് XYZ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തു, എന്താണ് അതിന്റെ സ്കോപ്പ്, അതാണ് അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതെന്തായിരുന്നു, ഒരു നോർമൽ സ്റ്റോർ ആയിരുന്നു, അതിന് ഓൺലൈൻ സൈറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ സൈറ്റും കൊണ്ട് അവർ എന്ത് ഉദ്ദേശിക്കുന്നു, അല്ലെ എന്തിനു വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്തു, അതാണ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡെഫിനിഷൻസ് ആൻഡ് അക്രോണിംസ് ആണ് നെക്സ്റ്റ് സ്കോപ്പ് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം അവിടെ കണ്ടോ ടേംസ് പറഞ്ഞിരിക്കുന്നത്, യൂസർ വരുന്നുണ്ട്, സൈറ്റ് അഡ്മിൻ വരുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡർ വരുന്നത്. അപ്പൊ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കാം, ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആരോ അവര്. സിസ്റ്റം അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, ഇതിനെ മെയിൻറ്റെയിൻ മാനേജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, ക്ലയന്റ്. പിന്നെ അക്രോണിംസ് ROI എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നായിരിക്കും വരുന്നത്. SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. MSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതായത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ടൈംസുകൾ ഉണ്ടല്ലോ, ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈംസ്, അതാണ് അക്രോണിംസിനകത്ത് വരുന്നത് കേട്ടോ. ഇനി 1.4 ഓവർവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, the document is organized as follows. Second section mainly provide the interface and third section provide the details about the important functional and non-functional requirements or use case ആണ്. ഈ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്ത രണ്ട് സെക്ഷൻസ് എന്തൊക്കെയാണ്, അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർഫേസുകളായിരിക്കും വരുന്നത്. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫങ്ഷണൽ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആയിരിക്കും വരുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ വരുന്ന എന്താണ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദി സിസ്റ്റം മെയിൻലി കൺസിസ്റ്റ് ഓഫ് XYZ ഓൺലൈൻ സിസ്റ്റം കണ്ടെയ്നിങ് ആപ്ലിക്കേഷൻസ് server and web server. XYZ online interact with the pricing system to get the product pricing information and inventory ERP system to get the product availability information. Product catalog and hierarchy information is stored in a product database. അതായത് SYZ സിസ്റ്റത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം അവരിവിടെ തന്നിട്ടുണ്ട്. XYZ സിസ്റ്റം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ സെർവർ വരുന്നുണ്ട്, വെബ് സെർവർ വരുന്നുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, നമ്മുടെ XYZ സോഫ്റ്റ്വെയർ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻവെന്ററി ERP വരുന്നുണ്ട്, പ്രൈസിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, ഡേറ്റാബേസ് വരുന്നുണ്ട്. അപ്പൊ അതാണ് എന്താന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ XYZന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രൊഡക്റ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XYZ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അല്ലെ ആ ഒരു ആപ്ലിക്കേഷൻ തരുന്ന ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്നു, അത് അവർ ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യൻ തന്നപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. സെർച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, കാർട്ടിൽ ഇടാൻ പറ്റുമായിരുന്നു, ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇനി യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയിട്ട് ഇവരിത് പ്രിപ്പയർ ചെയ്ത്, യൂസേഴ്സ് ഓൺലൈൻ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഇവിടെ മാനേജ് ചെയ്യുന്ന ആരാണ്, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഈ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ വരുന്നത് യൂസർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. പിന്നെന്താണ്
കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്റേണൽ റിലീസ് അലോ ബൈ മാക്സിമം 10,000 പ്രോഡക്റ്റ് ഇൻ സെർച്ച് റിസൾട്ട് ഡ്യൂ ടു ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ പ്രൈസിംഗ് ആൻഡ് ഇൻവെന്റ്. അതായത് നമുക്ക് മാക്സിമം 10,000 ഡീറ്റെയിൽസ് വരെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും അതായത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഫയർഫോക്സിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് വെബ് ആപ്ലിക്കേഷൻ ഡസ് നോട്ട് വർക്ക് വിത്തൗട്ട് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട്. അതായത് ഇത് എവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് എത്രമാത്രം സെർച്ചിങ് ഔട്ട്പുട്ട് കിട്ടും, അതൊക്കെയാണ് എവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, കൺസ്ട്രെയിൻസിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി അസംഷൻസ് ആൻഡ് ഡിപെൻഡൻസിക്കകത്ത് എന്തൊക്കെയാ വരുന്നത്? The IT department of XYZ has all the available hardware required to support the intended user load. All the upstream system, including the product database, pricing and inventory system, provide the response within agreed SLA to ensure the optimal performance. അപ്പൊ assumptions and dependencies നമ്മുടെ ആ ഹാർഡ്വെയർ ഡീറ്റെയിൽസും ആ സിസ്റ്റം പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്പെസിഫിക് റിക്വയർമെന്റ് ആണ് വരുന്നത്. അപ്പൊ സ്പെസിഫിക് റിക്വയർമെന്റ്സിനകത്ത് അതായത് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് സ്പെസിഫിക് റിക്വയർമെന്റ് വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റിനെ പറ്റിയാണ്. അപ്പൊ ആദ്യം 3.1 എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തോ പറയുന്നത് എക്സ്റ്റേണൽ ഇന്റർഫേസിനകത്ത് ദിസ് സെക്ഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻക്ലൂഡിംഗ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോക്കപ്പ് പ്രോട്ടോടൈപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 3.1.1 യൂസർ ഇന്റർഫേസ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ യൂസ് ചെയ്യുന്ന കുറച്ച് പേജുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ. അതാണ് പറയുന്നത് XYZ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് യൂസർ ഇന്റർഫേസ്, അതായത് യൂസർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ലെ പേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ലോഗിൻ പേജ് വരുന്നുണ്ട്, പിന്നെന്താണ് പ്രൊഡക്റ്റ് സെർച്ച് പേജ് വരുന്നുണ്ട്, സെർച്ച് റിസൾട്ട് പേജ് വരുന്നുണ്ട്, ഷോപ്പിംഗ് കാർട്ട് പേജ് ഉണ്ട്, പിന്നെന്താണ് ചെക്ക്ഔട്ട് പേജ് ഉണ്ട്. അതായത് ഇൻ ഡെപ്ത് പറഞ്ഞിരിക്കും ആ സോഫ്റ്റ്വെയർ അല്ലെ ആപ്ലിക്കേഷൻസിനുള്ളിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് എവിടെ പറയുന്നത്, നമ്മുടെ ഈ ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ ഈ സ്പെസിഫിക് റിക്വയർമെന്റ്സിനകത്ത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ഉള്ളത്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നതാണ് യൂസർ ഇന്റർഫേസ്. അപ്പൊ യൂസർ ഇന്റർഫേസിന്റെ ബേസിൽ XYZ എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ലോഗിൻ പേജ് ഉണ്ട്, പ്രൊഡക്റ്റ് സെർച്ച് പേജ് ഉണ്ട്, സെർച്ച് റിസൾട്ട് പേജ് കിട്ടും, ഷോപ്പിംഗ് കാർട്ട് പേജ് കിട്ടും, ചെക്ക്ഔട്ട് പേജ് ഉണ്ട്. ഇനി ഹാർഡ്വെയർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ സപ്പോർട്ടഡ് ഫീച്ചേഴ്സ് ആണ് അവിടെ പറയേണ്ടത്. ഇനി സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ഫീച്ചേഴ്സ്, ആ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് അതിന്റെ ഡേറ്റാബേസും ആ പ്രൈസിംഗ് സിസ്റ്റം ERPയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇവിടെ പറയേണ്ടത്. പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അത്. പിന്നെ ഫങ്ഷണൽ റിക്വയർമെന്റുകൾ, അതായത് നമ്മുടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോഗിൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതായത് ആദ്യം നമ്മൾ എന്തായിരിക്കും, നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ രജിസ്റ്റേർഡ് യൂസർ ആയിരിക്കണം. അപ്പൊ എന്തായിരിക്കണം, നമ്മൾ രജിസ്റ്റേർഡ് യൂസർ ആവാൻ വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് യൂസർ ID ആൻഡ് പാസ്വേഡ് കിട്ടും. അപ്പൊ ആ യൂസർ ID പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്പൊ എന്തായിരിക്കും, ഒരു രജിസ്റ്റേർഡ് യൂസർ ആയിട്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ പറയുന്നത്, നമ്മൾ ഈ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ സെർച്ച് ഓപ്പറേഷന്റെ ഫംഗ്ഷണൽ റിക്വയർമെന്റ് പറയുന്നുണ്ട്. സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രൊഡക്റ്റ് നെയിം നമ്മൾ കൊടുക്കുക, സെർച്ച് കീബോർഡ് വേർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും, നമ്മൾ സെർച്ച് ചെയ്ത ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് പെർഫോമൻസ് റിക്വയർമെന്റ്. പെർഫോമൻസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത് എത്ര സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ ഒരു പേജ് ലോഡ് ചെയ്ത് വന്നു, അല്ലെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പം എത്ര കൊണ്ട് ആ എന്താ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നു, അതൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട പെർഫോമൻസിനകത്ത് പറയേണ്ടത്. ഇനി ഡിസൈൻ കൺസ്ട്രെയിൻസ് വരുമ്പോൾ, അതായത് നമ്മൾ യൂസ് ചെയ്ത ഡിസൈൻ സ്റ്റാൻഡേർഡുകൾ, ഇപ്പൊ വെബ് പേജുകൾ നമ്മൾ എന്തിന്റെ ബേസിൽ ഡിസൈൻ ചെയ്തു എന്നുള്ളതും, പിന്നെ വെബ് ആക്സസിബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഡിസൈൻ കൺസ്ട്രെയിൻസിനകത്ത് വരുന്നത്. ഇനി ലോജിക്കൽ ഡേറ്റാബേസ് ഡിസൈൻസിനകത്ത് വരുന്നത് എന്തായിരിക്കും, നമ്മുടെ ഡേറ്റാബേസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇനി 3.6 നമ്മുടെ ലാസ്റ്റ് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട് ആണ് 3.6. അതിനകത്ത് റിലയബിലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പിന്നെന്താണ് മെയിൻറ്റനബിലിറ്റി ഉണ്ട്. അപ്പൊ റിലയബിലിറ്റിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, നമ്മുടെ സിസ്റ്റം റിലയബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതായത് റിലയബിൾ ആൻഡ് റിലവന്റ് സെർച്ച് റിസൾട്ട് 100% ഓഫ് ടൈംസ്. ചെക്ക്ഔട്ട് ഓപ്പറേഷൻ ഷുഡ് എൻഡ് റിലയബിലിറ്റി വിതിൻ 5 സെക്കൻഡ്. അവൈലബിലിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പൊ തന്നെ റിസൾട്ടുകൾ തരുന്നുണ്ടോ.
സെക്യൂർഡ് ആണ്, അതായത് HTTPS എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഫോർ സെക്യൂർ ആണ് HTTPS എന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കുമ്പോൾ തന്നെ അത് എന്താ ട്രാൻസ്ഫർ ചെയ്യപ്പെടും HTTPS എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് അതിന്റെ ലിങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എവിടെ ചെക്ക് ചെയ്യുന്നത്, ഈ സെക്യൂരിറ്റിക്കകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലേക്ക് മാറുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റിക്കകത്ത് നോക്കേണ്ടത് കേട്ടോ. പിന്നെ മെയിൻറ്റനബിലിറ്റി വരുന്നുണ്ട്, അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് മെയിൻറ്റനബിലിറ്റിക്കകത്ത് വരുന്നത്. അപ്പം ഇതാണ് എന്തിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഒരു SRSന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ ഈ ഒരു എന്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു SRS എന്ന്. ഒരു SRS എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ എന്ത് സിസ്റ്റം തന്നാലും ഒരു SRS എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നതാണ്. അപ്പൊ അങ്ങനെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അത് നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്തായിരിക്കും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനുണ്ട്, അത് എവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരു നോളജ് നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ വീണ്ടും പറയണം, SRS ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഈ SRS ഓർത്ത് വെച്ചോണം. അപ്പം SRS എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ഒരു SRS പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പം എന്താ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ അല്ലേ ക്ലാസ് വരുന്നത്, അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേയിലേക്ക് ഏതിന്റെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിട്ടോ. അപ്പം എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് ആദ്യമേ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരും, എൻഡ് യൂസേഴ്സ് വരും, അതേപോലെ തന്നെ അതായത് യൂസേഴ്സ് പേഷ്യൻസും, അതേപോലെ തന്നെ അതിന്റെ അഡ്മിനും വരുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. മറന്നു പോവരുത്, അത് നോർത്ത് വെച്ചോണം. അതായത് ഈ ഫസ്റ്റ് യൂണിറ്റിന് ബേസ് ചെയ്തിട്ട് തരുന്ന ഒരു കാര്യമാണ് HMS അല്ലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS. അതായത് ഇവിടെ അവർ മോഡൽ തന്നിട്ടുണ്ട്, XYZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സിസ്റ്റത്തിന്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഞാനും ഒരു മോഡൽ നിങ്ങളുടെ സെന്ററിൽ കൊടുത്തേക്കാം. അപ്പൊ അതിന്റെ എല്ലാം ബേസിൽ നിങ്ങൾ തനിയെ ശ്രമിക്കുക. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം പോലും നിങ്ങൾ ഒരു SRS എഴുതി നോക്കാതെയാണ് നിങ്ങൾ എക്സാമിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. എക്സാമിന് ചെന്നിരുന്ന് ഏതായാലും നിങ്ങളെ കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഒരു SRS പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് എന്താണ്, അപ്പം SRS പ്രിപ്പയർ ചെയ്യേണ്ട HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി അറിയാവോ, കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം വേണോ? നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ചുമ്മാ കോപ്പി അടിച്ചുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അതിന്റെ ബേസിൽ മാത്രം പ്രിപ്പയർ ചെയ്യുക. ചുമ്മാ കോപ്പി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല. അതുകൊണ്ട് തനിയെ ഇതിനകത്ത് ഓൾറെഡി ഒരു മോഡൽ അവർ തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ബേസിൽ തനിയെ ഒരെണ്ണം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാന്. അപ്പം HMS അല്ലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് പേഷ്യന്റ് ഉണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, അതേപോലെ തന്നെ അഡ്മിൻ വരുന്നുണ്ട്. അപ്പം അത്രയും ആരായിരിക്കും യൂസേഴ്സ്, എൻഡ് യൂസേഴ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനകത്ത് യൂസർ, അഡ്മിന്, ഡോക്ടേഴ്സ്, അതായത് പേഷ്യന്റ്, അഡ്മിന്, ഡോക്ടർ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 2 വരുന്നത് ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ്.
ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിനകത്ത് നമ്മൾ ഡയഗ്രത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ SRS എന്ന് പറയുന്ന അല്ലെ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് അതിനകത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ട്, SDLC എന്ന് പറഞ്ഞിട്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതായത് അതിന്റെ ബേസിലായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ബേസിൽ. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനകത്ത് മെയിൻ ആയിട്ടും 7 ഫേസുകളാണ് വരുന്നത്. അതായത് പ്ലാനിങ് വരുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് പ്ലാനിങ് വരുന്നത്. അപ്പൊ ആ പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം, അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്, അതായത് നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം, എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈ SDLCക്കകത്ത് SDLC എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു മെയിൻ പോർഷൻ ആണ് SDLC അല്ലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പ്ലാനിങ് വന്നു, നെക്സ്റ്റ് വരുന്ന എന്താണ്, റിക്വയർമെന്റ് ഗാദറിംഗ്. റിക്വയർമെന്റ് ഗാദറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് വേണ്ട റിക്വയർമെന്റുകൾ എന്തൊക്കെയാണോ അത് കളക്ട് ചെയ്തു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ ആദ്യം പഠിച്ച SRS പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതായത് റിക്വയർമെന്റിന്റെ ബേസിലാണ് നമ്മൾ എന്തിനെ പ്രിപ്പയർ ചെയ്യുന്നത്, SRS പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് എന്തെന്ന് പറയുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡിസൈനിങ്ങിനകത്ത് നമുക്ക് വേണ്ട കുറച്ച് ഡയഗ്രാംസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നുള്ള ഒരു കാര്യം പ്ലാനും ചെയ്ത് അതിന്റെ റിക്വയർമെന്റുകൾ നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ ആ റിക്വയർമെന്റിന്റെ ബേസിൽ നമ്മൾ ഇനി എന്നാ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഏതൊക്കെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനുകളാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് ചെയ്യുന്നത് എന്നുള്ള ആ ഡയഗ്രത്തിനെ പറ്റിയാണ് നമ്മൾ എവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ ഒരു യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആ ഡിസൈൻ എന്ന് പറയുന്ന ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈനിങ് അപ്രോച്ചുകൾ അല്ലെ ഡിസൈനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണോ അതാണ് നമ്മുടെ ഈ ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിനകത്ത് വരുന്നത്. അപ്പൊ ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിനകത്ത് ഇവര് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആ സ്ട്രക്ചറിനകത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്തുവാണ്, DFD, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പൊ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്താണെന്നുള്ളതും അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള അതിന്റെ എക്സാമ്പിളും അവരുടെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം അല്ലെങ്കിൽ എന്താണ് ER ഡയഗ്രാം, ERD എന്നാണ് ഷോർട്ട് ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് അതിന്റെ എലമെന്റ്സും അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സ്ട്രക്ചർ ചാർട്ട്. സ്ട്രക്ചർ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് സ്ട്രക്ചർ ചാർട്ട് എന്നുള്ള അതിന്റെ എലമെന്റ്സും അതിന്റെ പ്രോസസ്സും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെയാണ് ഇവര് SRS പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ് ഉണ്ടല്ലോ അത്. അപ്പം അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ എലമെന്റ്സ് എന്താണ്, അതിന്റെ ഡേറ്റ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്ന, ഫങ്ഷൻ ഓറിയന്റഡിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഫങ്ഷൻ ഓറിയന്റഡ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്ട് ഓറിയന്റഡ് ഫങ്ഷണാലിറ്റീസ് ആണ് നമ്മുടെ ലാസ്റ്റ്. അപ്പൊ അതിനകത്ത് UML, യൂസ് കേസ് അങ്ങനെ പറഞ്ഞിട്ട് വേറെ കുറച്ച് ഡയഗ്രാംസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ കൊണ്ട് തീർന്നില്ല, ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഈ ഡിസൈൻസിന്. അപ്പം ഫങ്ഷൻ ഓറിയന്റഡ് വരുന്നുണ്ട്, ഒബ്ജക്ട് ഓറിയന്റഡ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫങ്ഷൻ ഓറിയന്റഡിനകത്ത് വരുന്നതാണ് എന്തൊക്കെയെന്ന് പറയുന്നത്, നമ്മുടെ DFD, ER, സ്ട്രക്ചേർഡ് ചാർട്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താണ്, ഡേറ്റാബേസ് ഡേറ്റ ഫ്ലോ ഡയഗ്രാം ആണ്. DFD എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് അവർ ആദ്യമേ പറയുന്നുണ്ട് എന്താണ് ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ് എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിനുള്ള ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ് ഈസ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിതിൻ ദ സിസ്റ്റം. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ് ഈസ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിതിൻ ദ സിസ്റ്റം. അതായത് എന്താണ്, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, ആ സിസ്റ്റത്തിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്തിന്റെ ബേസിൽ, അതിന്റെ ഫങ്ഷന്റെ ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സിസ്റ്റത്തിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എവിടെ പറയുന്നത്, ഫങ്ഷൻ ഓറിയന്റഡ് മോഡലിംഗിനകത്ത് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് വേ ടു ഡിസ്ക്രൈബ് ഇത് സിസ്റ്റം ബിഹേവിയർ ആൻഡ് functionality. Another key feature of the functional model is
that they describe the behavior, activity, action or a system without specifying how they are implemented. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ, അതിന്റെ ഫംഗ്ഷനാലിറ്റീനെ നമ്മൾ എന്താണ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുവാണ് എവിടെ ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അതിന്റെ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിന് കുറച്ച് കീ ബെനിഫിറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ് ഹെൽപ്പ് us to define either functions, process, activities in a more structured way. It helps to model either function hierarchy in intuitive visual format. It helps discovery of information and depict flow of data information. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പിന്നെ നെക്സ്റ്റ് ഇറ്റ് ഡിപിക്ട് ദ സിസ്റ്റം ഫ്രം ഫംഗ്ഷൻ ആൻഡ് ബിഹേവിയർ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ കമ്പയറിംഗ് ഫംഗ്ഷനാലിറ്റി ആൻഡ് മൊഡ്യൂൾസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് behavior. It helps with identifying information, thereby leading to new solutions. അപ്പം എന്തൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് എന്താ ഡിസൈൻ അല്ലെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്നുള്ള അതിന്റെ ബെനിഫിറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്താണ്, നമുക്ക് അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, പ്രോസസ്സുകളോ ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ അതിന്റെ ഒരു വിഷ്വൽ ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ എങ്ങനെ നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് അല്ലെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിന്റെ ഫ്ലോ, ഡേറ്റ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതിന്റെ മൊഡ്യൂളുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമുക്ക് ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിനകത്ത് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിങ്ങിന്റെ എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് സച്ച് ആസ് എ സിസ്റ്റം, ഫംഗ്ഷൻസ്, ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർമേഷൻസ് ആർ ഐഡിയൽ കാൻഡിഡേറ്റ്സ് ഫോർ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ്. ഇപ്പൊ ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗിന്റെ സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫംഗ്ഷൻ ഓറിയന്റഡ് മോഡലിംഗ് ഈസ് ടു കം അപ്പ് വിത്ത് എ ഫംഗ്ഷണൽ റിക്വയർമെന്റ് വിച്ച് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സിസ്റ്റം. From requirement, we identify major high-level functionality. We identify nouns and verbs to related to the system behavior. ആദ്യം നമ്മൾ എന്താണ് റിക്വയർമെന്റ്, ഫംഗ്ഷണൽ റിക്വയർമെന്റ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് വേണ്ട മേജർ ഹൈ ലെവൽ ഫംഗ്ഷനാലിറ്റീസിന്, അതായത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഫൈനൽ സ്റ്റെപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഡേറ്റ ഫ്ലോ ഡയഗ്രാം, DFD എന്തുവാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡേറ്റ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ DFD. ഇപ്പൊ എന്ത് DFD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, DFD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഡേറ്റ ത്രൂ എ സിസ്റ്റം. അതായത് എന്തായിരിക്കും, ഒരു സിസ്റ്റത്തിന്റെ ഡേറ്റ ഫ്ലോ എങ്ങനെയാണോ അതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രത്തിന് അല്ല ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന്. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി ഫ്ലോ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ആണ് അല്ലെ ഡയഗ്രാം ആണ് ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതിനകത്ത് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, DFD എന്ന് പറയുന്നത്. ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഡിപിക്ട് ദ ഫ്ലോ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർമേഷൻ അലോങ് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഡേറ്റ. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, DFD ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഡിപിക്ട് ദ ഫ്ലോ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർമേഷൻ അലോങ് വിത്ത് എവിടുന്ന് എങ്ങോട്ടേക്ക്, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. It visualizes the process of data transformation, relations and data processing among various input and output and internal or external entities of the system. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, അതൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് തരുന്നുണ്ട്. എന്തിന്റെ, ഡേറ്റ ട്രാൻസ്ഫർമേഷൻസിന്റെ, ഡേറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ റിലേഷൻഷിപ്പും അവിടെ നമുക്ക് കിട്ടേണ്ട ഇൻപുട്ട് ഔട്ട്പുട്ടുകളെയും പറ്റിയുള്ള ഒരു ഓവറോൾ വിഷ്വൽ ആണ് നമുക്ക് ആര് തരുന്നത്, ഈ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് തരുന്നത്. ഇവരിവിടെ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്, കമ്പ്യൂട്ട് സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ഫംഗ്ഷൻ ആണ് കമ്പ്യൂട്ട് സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ഏരിയയുടെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമുക്ക് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ വേണ്ട. അപ്പൊ അതിന്റെ ബേസ് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. അപ്പൊ ഇതുണ്ട് ഒരു ഡയഗ്രാം തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, എന്ത് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം, വിഡ്ത്തും ഹൈറ്റും കൊടുക്കണം.
എന്താ അതിനുള്ളിൽ കണ്ടുപിടിക്കുന്നത്? കമ്പ്യൂട്ടർ എന്തോ കണ്ടത്? കമ്പ്യൂട്ടർ സ്ക്വയർ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്തോ കിട്ടുന്നത്? ഏരിയ ഓഫ് സ്ക്വയർ. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എങ്ങനെ ഡേറ്റ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതായത് ഡേറ്റ ഫ്ലോ, ഡേറ്റ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, അതാണ് നമ്മൾ എവിടെ പറയുന്നത്? ഈ DFTക്കകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ അവർ തന്നിരിക്കുന്നത്. അപ്പം ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് ഹൈറ്റും വേണം, വിഡ്ത്തും വേണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന എന്താണ്? വിഡ്ത്തും ഹൈറ്റും ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് അകത്ത് ചെന്ന് എന്ത് ചെയ്യും? പ്രോസസ് ചെയ്യും. പ്രോസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഏരിയ എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ ഡയഗ്രം ആയിട്ട് ഒരു DFT ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവര് ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള കണക്കിലാണ് ഈ ഒരു സ്ക്വയർ ഏരിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നിരിക്കുന്നത്. നമുക്ക് എന്തിന്റെയാണ് DFT പഠിക്കാനുള്ളത്? നമുക്കൊരു സിസ്റ്റത്തിന്റെ DFT ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ആദ്യമേ എന്ത് അറിഞ്ഞിരിക്കുക? ഒരു DFT വരയ്ക്കുക, അതായത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? കുറച്ച് ഡയഗ്രാംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. DFTക്ക് വേണ്ട കുറച്ച് ഡയഗ്രാംസ്. അപ്പം എലമെന്റ്സ് ഓഫ് DFT ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അതായത് അതിന്റെ വിഷ്വൽ എലമെന്റ്സ് ആണ് 4 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? റെക്ടാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, പിന്നെന്താണ്, ഡയറക്റ്റഡ് ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈൻസ് നമ്മൾ ഈക്വൽ ടു ഇടത്തില്ലേ? ഈക്വൽ ടു ഇടുന്നത് പോലെ നമ്മൾ 2 ലൈൻസ് കൊടുക്കുന്ന കേട്ടോ. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തിനാ നമുക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്? അതായത് കമ്പ്യൂട്ടർ, ബിൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? എൻറ്റിറ്റി. സ്റ്റുഡന്റ് എൻറ്റിറ്റി അല്ലേ വരുന്നത്? എൻറ്റിറ്റി ആട്രിബ്യൂട്ട് ഒക്കെ നിങ്ങൾ DBMS പഠിച്ചിട്ടില്ല? അപ്പൊ DBMSനകത്ത് എൻറ്റിറ്റി ആട്രിബ്യൂട്ട് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം എൻറ്റിറ്റി ഇപ്പൊ സ്റ്റുഡന്റ് എന്താണ്? അത് എൻറ്റിറ്റി ആണ്. അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് എന്തൊക്കെ വരും? സ്റ്റുഡന്റ് ID, സ്റ്റുഡന്റ് നെയിം, അങ്ങനെ പഠിച്ചിട്ടില്ല? അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ എൻറ്റിറ്റീസ് എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? റെക്ടാങ്കിൾ നമ്മൾ യൂസ് ചെയ്യും. സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർക്കിൾ. അപ്പൊ എന്താണ് നമ്മളിപ്പോ കണ്ട കമ്പ്യൂട്ട് ഏരിയ ഓഫ് സ്ക്വയറിനകത്ത് എന്തുണ്ട്? ഈ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സർക്കിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ആരോസ് കാണുന്നുണ്ട്, അല്ലെ ഡയറക്റ്റഡ് ലൈൻസ് നമ്മൾ കാണുന്നുണ്ട്. ആ ഡയറക്റ്റഡ് ലൈൻ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഫ്ലോ അല്ലെ? അതായത് നമ്മൾ വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്താ കൊടുത്തിരിക്കുന്നത്? വിഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡേറ്റ ഫ്ലോ. ഡേറ്റ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡയറക്റ്റഡ് ലൈൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആൻഡ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്താ എലമെന്റും കൂടെ വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിപ്പിക്ട് ചെയ്ത ഡേറ്റ സ്ട്രക്ചർ ഓഫ് ഡേറ്റ സ്റ്റോർ. അതായത് നമ്മുടെ ഡേറ്റാബേസിലെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം, അതായത് നമ്മൾ ഇൻപുട്ട് വഴി കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം എവിടെ പോയി സ്റ്റോർ ആവുന്നുണ്ട്? ഒരു ഡേറ്റാബേസിൽ പോയിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുക. ഇപ്പൊ എന്താ, ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തു. രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ നമ്മുടെ നെയിം കൊടുക്കുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഏജ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എക്സ്പീരിയൻസ്, അങ്ങനെ നമ്മൾ കുറെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ സബ്മിറ്റ് ചെയ്യുമ്പം ആ ഡേറ്റ എല്ലാം എങ്ങോട്ടേക്ക് പോയി സ്റ്റോർ ആവുന്നുണ്ട്? ഒരു ഡേറ്റാബേസിലേക്ക്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കളക്ഷൻ ഓഫ് ഡേറ്റ. അതായത് യൂസേഴ്സിന്റെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന എവിടെ ആയിരിക്കും? ഡേറ്റാബേസിലായിരിക്കും. അപ്പൊ ആ ഡേറ്റാബേസിലേക്ക് പോയി സ്റ്റോർ ആവുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റാബേസിന്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റാബേസ് ഏതാണോ ആ ഡേറ്റാബേസ് അല്ല ആ ഒരു ടേബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് ഇവിടെ വരുന്ന എലമെന്റുകൾ കേട്ടോ. റെക്ടാംഗിള്, സർക്കിള്, ഡയറക്റ്റഡ് ലൈൻസ്, ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് DFD ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് DFDക്കകത്ത് വരുന്ന എന്തൊക്കെയാണ്? അതായത് ഈ DFDക്കകത്ത് 0 ലെവല്, ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല ലെവലുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ 0th ലെവല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐഡന്റിഫൈ ദ മെയിൻ ഡാറ്റ ഒബ്ജക്ട് ആൻഡ് അസോസിയേറ്റ് ഓപ്പറേഷൻസ്. അതായത് അതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഉണ്ടല്ലോ. ഒരു സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊഡ്യൂളുകളും അതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ അത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 0th ലെവൽ DFD എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം?
നമ്മൾ അതിന്റെ ലോജിക്കിലേക്ക് എത്തും. അതായത് നമ്മളൊരു ഓവറോൾ ഡയഗ്രം നമ്മൾ 0th ലെവലിൽ വരച്ചു. ഇനി അതിന്റെ ഓരോന്നിനെയും ഇൻ ഡെപ്ത് നമ്മൾ പറയുമായിരിക്കും എവിടെ ചെയ്യുന്നത്, നെക്സ്റ്റ് ലെവലിൽ ചെയ്യുന്നത്. അതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. സ്പെസിഫൈ ചെയ്ത ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ലോജിക് ആയിരിക്കും എവിടെ വരുന്നത്, ലെവൽ 1-നകത്ത് വരുന്നത്. പിന്നെ DFT ഒക്കെ എന്താണെന്ന് പറയുന്നുണ്ട്. വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ flow within the system. Neat and clear DFT depict the right amount of system requirement graphically. It can be manual, automated or combination of both. അപ്പൊ DFT-ക്കകത്ത് തന്നെ നമ്മൾ കണ്ടു ഈ ഡയഗ്രാംസ് എല്ലാം. നമ്മൾ ഡേറ്റ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട സാധനം ഇതാ കേട്ടോ. അതായത് 2 ഹൊറിസോണ്ടൽ ലൈൻസ്, ഇതാണ് ഡേറ്റ ഷോ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സർക്കുലർ ഡേറ്റ ഫ്ലോ ഡേറ്റ സ്റ്റോർ കണ്ട്. പിന്നെ ലെവൽസ് ഇൻ ഡേറ്റ ഫ്ലോ ഡയഗ്രാം ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെവൽസ് ഇൻ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFT may be used to perform system or software at any level of abstraction. In fact, DFT may be partitioned into levels that represent increasing information flow and functional details. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആ ഒരു ഡേറ്റയുടെ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആദ്യം എന്തായിരിക്കും, ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. പിന്നെ ഇൻ ഡെപ്ത് ആ ഇൻഫർമേഷൻ ഫ്ലോ എങ്ങനെയാണെന്നുള്ള, അല്ല ഫങ്ഷണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ആണ് നമ്മൾ എന്ത് പറയുന്നു, ഓരോ ലെവൽ വൈസ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ലെവൽസിന് നമ്മൾ എങ്ങനെ നമ്പറിങ് ചെയ്തിട്ടുണ്ട്, 0, 1, 2 ഓർ ബിയോണ്ട് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും 0 ലെവൽ വരുന്നുണ്ട്. പിന്നെന്താണ്, ഫസ്റ്റ് ലെവൽ DFT വരുന്നുണ്ട്, സെക്കൻഡ് ലെവൽ DFT വരുന്നുണ്ട്, തേർഡ് ലെവൽ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഓരോ ലെവലിലേക്കും പോകുന്നവർ എന്താ വരുന്നത്, ഇൻ ഡെപ്ത് ആയിരിക്കും വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലെവൽ എന്തായിരിക്കും, ഓവറോൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ലെവൽ തരുന്നത്. അതിന്റെ ഡെപ്ത് ഇൻഫർമേഷൻ ആയിരിക്കും സെക്കൻഡ് ലെവൽ തരുന്നത്. 0 ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ ഫണ്ടമെന്റൽ സിസ്റ്റം മോഡൽ ഓർ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്നായിരിക്കും നമ്മൾ എന്തിനെ പറയുന്നത്, 0 ലെവൽ DFT-നെ നമ്മൾ പറയുന്നത്. 0 level DFT is known as a fundamental system model or context diagram. Represent the entire software requirement as a single bubble with the input and output data denoted by incoming and outgoing arrows. എങ്ങനെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ലെവലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ബബിൾ, അതായത് നടുക്ക് ഒരു ബബിൾ ഉണ്ടായിരിക്കും, അതിന് മുൻപിലും അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും, ആരോസ് ഉണ്ടായിരിക്കും. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റാസും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ആരോസ് ഉണ്ടായിരിക്കും. അത്രേ എന്തിനകത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ, നമ്മുടെ 0th ലെവൽ DFT-ക്കകത്ത് ഉണ്ടാവത്തുള്ളൂ. ഇത് സിസ്റ്റം ഈസ് ഡികമ്പോസ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ DFT വിത്ത് മൾട്ടിപ്പിൾ ബബിൾസ്. അതായത് നെക്സ്റ്റ് വരുമ്പോഴേക്കും, അതായത് നമ്മുടെ ബാക്കി ലെവലിലേക്ക് വരുമ്പോഴേക്കും എന്തായിരിക്കും, നമുക്ക് മൾട്ടിപ്പിൾ ബബിൾസ്, മൾട്ടിപ്പിൾ ആരോസും ഒക്കെ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ 0th ലെവലിൽ സിംഗിൾ ബബിൾ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റാസ് മാത്രമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതാണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ ടെക്സ്റ്റിനകത്ത് നമ്മളൊരു ഫിഗർ കണ്ടായിരുന്നു, പിക്ചർ കണ്ടായിരുന്നു. അതായത് ഹൈറ്റ്, വിഡ്ത്ത്, പിന്നെ കമ്പ്യൂട്ട് ഏരിയ ആയ, പിന്നെ ഏരിയ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ കണ്ടോ x1 x2 എന്നിട്ട് ഒരു ബബിൾ ഉണ്ട്, അതിനകത്ത് A എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് എന്നിട്ട് Y ഉണ്ട്. അപ്പൊ x1 x2 എന്ന് പറയുന്ന ഇൻപുട്ടും A എന്ന് പറയുന്ന ഫംഗ്ഷനും പുറത്തേക്ക് പോയിരിക്കുന്ന എന്താണ്, ഔട്ട്പുട്ടും ആണ്. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, 0 ലെവൽ DFT അല്ലെ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാന്നുണ്ട് അവർ ഇതുകൊണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, അതായത് ഈ നടുക്ക് ഈ ബബിളിൽ നമ്മൾ എന്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്, നമ്മുടെ സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പൊ ഇവര് തന്നിരിക്കുന്ന എന്തിന്റെയാണ്, ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയാണ് ഇവര് തന്നിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ കൊടുക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ DFT നമ്മൾ വരയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആദ്യമേ
നമുക്കൊരു ബബിള് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ബബിള് നമ്മൾ ആദ്യമേ വരച്ചു കൊടുക്കുക. ഇത് ഇതേപോലെ ഒരു ബബിള് കൊടുക്കുക. ഈ ബബിളിനകത്ത് നമ്മൾ എന്തായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്? അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ ഈ ബബിളിനകത്ത് നമ്മൾ എന്തു എഴുതണ്ടേ? സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. നമ്മൾ ഈ എന്തുവാ ഈ വേർഡിനകത്തൊന്നും അല്ല ഇത് വരയ്ക്കുന്നത് കേട്ടോ. നമ്മളിത് വിസിയോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ബബിളിനകത്ത് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്തുവാ വരുന്നത്? പിന്നെ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്ക് ഇതിന്റെ മൊഡ്യൂൾ, അതായത് സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മൾ ഒരു സിസ്റ്റം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പലതായിട്ട് പാർട്ടീഷൻ ചെയ്യും. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അത് ഡെവലപ്പ് ചെയ്യുമല്ല, അതിനെ നമ്മൾ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, പിന്നെ ആര് വരും? ഫാക്കൽറ്റീസ് വരും, പിന്നെ ആരുണ്ടായിരിക്കും? അഡ്മിൻ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ മൂന്നായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ 3 കാര്യങ്ങൾ വേണം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഇതിന്റെ പുറമെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇൻപുട്ട്, അതായത് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, അതിന്റെ മൊഡ്യൂളുകൾ എന്തൊക്കെയാണോ അത് വേണം നമ്മളിവിടെ നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞു യൂസർ വരുന്നുണ്ട്, അല്ല സ്റ്റുഡൻസ് വരുന്നുണ്ട്, പിന്നെ ഫാക്കൽറ്റീസ് വരുന്നുണ്ട്, പിന്നെ ആര് വരും? അഡ്മിൻ വരും. അതാണ് നെക്സ്റ്റ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ക്വയറിനകത്തായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതേപോലെ സ്ക്വയർ നമ്മൾ വരച്ചു കൊടുത്താൽ ഇതേപോലെ സ്ക്വയർ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ്? അപ്പൊ ഇതിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കുക? സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വേണം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇതിനകത്ത് സ്റ്റുഡന്റ് എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റുഡന്റ്, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഫാക്കൽറ്റി ആണ്. ഇവിടെ ഫാക്കൽറ്റി, പിന്നെ ആരെന്നാ ഞാൻ പറഞ്ഞേ? അഡ്മിൻ. അതായത് ഈ ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണോ അവരായിരിക്കണം, അവരെ പറ്റി വേണം, അതായിരിക്കണം നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ യൂസേഴ്സ് ആരൊക്കെയാണോ ആ ഒരു കാര്യമായിരിക്കണം നമ്മൾ ഇതിനുള്ളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്ത് വേണം ഇവിടെ? ആരോ മാർക്ക് വേണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസും കൂടെ നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഇൻപുട്ടും വേണം, അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ലൈൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസും കൂടെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് എവിടെ കൊടുക്കണം? എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടെക്സ്റ്റ് ലെവൽ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതാണ് ഇതിന്റെ ഓവറോൾ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ എന്താണ്? ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? അതായത് അഡ്മിൻ ലെവൽ 1 എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് എന്തൊക്കെ ചെയ്യുന്നു അതെന്താണ്? ലെവൽ 1 DFD ആയിരിക്കും വരുന്നത്. ഫാക്കൽറ്റി എന്തൊക്കെ ചെയ്യുന്നു അത് ലെവൽ 1 DFD ആണ് വരുന്നത്. അഡ്മിൻ എന്തൊക്കെ ചെയ്യുന്നു അത് ലെവൽ 1 DFD ആയിരിക്കും വരുന്നത്. അപ്പൊ പിന്നെ
ആ സ്റ്റുഡന്റിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റുഡന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെന്തായിരിക്കും, അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യുന്നു അതിനകത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്തായിട്ട് ചെയ്യുന്നത്, ലെവൽ 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓവറോൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷനെ ആയിരിക്കും നമ്മൾ 0th ലെവൽ അല്ലെ ഫസ്റ്റ് ലെവൽ അല്ലെ കോണ്ടെക്സ്റ്റ് ലെവൽ DFD എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു സിസ്റ്റം എന്താണോ അത് നമ്മൾ സർക്കിളിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ റെക്ടാങ്കിളിനുള്ളിൽ ആ സിസ്റ്റം ആരൊക്കെ യൂസ് ചെയ്യുന്നോ അല്ലെ അതിന്റെ മൊഡ്യൂൾസ് എന്തൊക്കെയാണോ അത് പറഞ്ഞു കൊടുക്കുക. അവിടെ എന്ത് കണക്ഷനും കൂടെ നമ്മൾ കൊടുക്കണം, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആരോസ് വെച്ചിട്ട് ആ ഡേറ്റ ഫ്ലോസും കൂടെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു കോണ്ടെക്സ്റ്റ് ലെവൽ DFD എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുണ്ട് ലെവൽ 1 വരച്ചപ്പോഴേക്കും, ലെവൽ 1 ഇപ്പൊ ഇതിനകത്ത് ഇവർ വരച്ചപ്പോ ഇതുണ്ട് ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ലോഗിനകത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ലെവൽ 1 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെവലിൽ നമ്മൾ കണ്ട ഓരോന്നിന്റെ ഇൻ ഡെപ്ത് ആയിരിക്കും നമ്മൾ എവിടെ കൊടുക്കുന്നത്, ലെവൽ 1-നകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഞാനിപ്പോ ഈ വരച്ചത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റിന്റെ ആയിരുന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആള് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, സ്റ്റുഡന്റ് ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, കോഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെന്തായിരിക്കാം, എന്തൊക്കെയാണോ അയാൾ ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും നമ്മൾ ലെവൽ 1 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഫാക്കൾട്ടി എന്തൊക്കെ ചെയ്യുന്നു അതും എന്തായിരിക്കും ഫാക്കൾട്ടിയുടെ ലെവൽ 1. അതേപോലെ അഡ്മിൻ എന്തൊക്കെ ചെയ്യുന്നു അത് അഡ്മിന്റെ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതൊക്കെയാണ് എവിടെ വരുന്നത്, നമ്മുടെ ഈ ഒരു ലെവൽ 0 ആൻഡ് ലെവൽ 1 DFT-ക്കകത്ത്. അപ്പൊ ഈ DFT ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളോട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതുണ്ട് എക്സാമ്പിൾ ഓഫ് DFD ഡെവലപ്പിംഗ് DFD4 എന്ന് പറഞ്ഞിട്ട് സെർച്ചിങ് ആൻഡ് നമ്പറിന്റെ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഞാനിപ്പോ കാണിച്ചാൽ ഒന്നെങ്കിൽ സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റമോ അല്ലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റമോ അല്ലെ റെയിൽവേ റിസർവേഷൻ സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ അവര് ഇവിടെ ചെയ്യേണ്ട ടാസ്കുകളൊക്കെ കണ്ടോ ക്ലാസിഫൈ ചെയ്ത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താന്ന് വെക്കുക, അത് ആരൊക്കെ യൂസ് ചെയ്യും, അവിടുത്തെ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് കളക്ട് ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇവർ തന്നിരിക്കുന്ന സെർച്ചിങ് ആൻഡ് നമ്പർ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഇവർ കണ്ട ഓരോ പോയിന്റ് വൈസ് അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യം കളക്ട് ചെയ്തു ന്യൂമറിക്കൽ ലിസ്റ്റ്, പിന്നെന്താണ് അതിനെ സോർട്ട് ചെയ്തു, പിന്നെ സെർച്ച് പെർഫോം ചെയ്തു. അതിന്റെ ബേസിലാണ് അവർ എന്ത് വരച്ചിരിക്കുന്നത്, DFT വരച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രം നമുക്കൊരു DFT ആയിരിക്കട്ടെ, SRS ആയിരിക്കട്ടെ, ER ആയിരിക്കട്ടെ, എന്തും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ DFT ഫോർ സെർച്ചിങ് നമ്പർ യൂസർ ആണ്, ആദ്യം സെർച്ച് ടേം കൊടുത്തു, ഗെറ്റ് ദി ഇൻപുട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലും ബെറ്റർ ഞാനിപ്പോ ആ തന്നത് മാതിരി നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ടെക്സ്റ്റിലെ പറയാഞ്ഞത്. അപ്പൊ അതാണ് നമ്മുടെ DFT എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഞാനൊരു DFTയുടെ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തിക്കോളാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കോപ്പി ചെയ്ത് വെച്ചോട്ടെ.
ഞാനൊരു ഫുഡ് ആൻഡ് റെസിപ്പി സിസ്റ്റത്തിന്റെ ഒരു DFT ഞാൻ കാണിച്ചു തരാം. DFT ഫോർ കോണ്ടെക്സ്റ്റ് ലെവൽ DFT. അപ്പൊ ഫുഡ് ആൻഡ് റെസിപ്പി എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? അഡ്മിൻ വരുന്നുണ്ട്, യൂസർ വരുന്നുണ്ട്, ഷെഫ് വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ആരോസ്. അപ്പൊ അവത്തേല് അഡ്മിൻ എന്തൊക്കെ ചെയ്യും? പോർട്ടൽ ഡീറ്റെയിൽസ്, യൂസർ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് അഡ്മിൻ എന്തൊക്കെ ഈ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്നു എന്നുള്ളത്, സിസ്റ്റത്തിൽ നിന്ന് എന്ത് അഡ്മിന് കിട്ടുന്നു എന്നുള്ളതാണ് ആ ലൈനിൽ എഴുതിയേക്കുന്നത് കേട്ടോ. ഷെഫ് എന്തൊക്കെ ചെയ്യുന്നു? റെസിപ്പി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പോർട്ടൽ എന്തൊക്കെയാണ് ഷെഫിന് കൊടുക്കുന്നത്? റെസിപ്പീസ് ആയിരിക്കും കൊടുക്കുന്നത്. യൂസർ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? റെസിപ്പി ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഈ പോർട്ടൽ എന്താ യൂസർക്ക് തരുന്ന? വ്യൂ റെസിപ്പീസ് ആയിരിക്കും തരുന്നത്. അപ്പൊ അതാണ് കോണ്ടെക്സ്റ്റ്. അതായത് ഓവറോൾ ആ സിസ്റ്റം എന്താണോ അതായിരിക്കും നമ്മുടെ കോണ്ടെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഫസ്റ്റ് ലെവൽ DFD ഫോർ അഡ്മിൻ. അപ്പൊ അഡ്മിന്റെ ഫസ്റ്റ് ലെവൽ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെന്താണ് നമ്മൾ റെക്ടാങ്കിളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അഡ്മിന്റെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമ്മൾ എവിടെ കൊടുക്കുന്നത്? സർക്കിളിൽ. കണ്ടോ? ആ സർക്കിളിനകത്ത് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? നമ്മൾ അതിന്റെ കാറ്റഗറി കൊടുക്കുന്നുണ്ട്, റെസിപ്പി കാറ്റഗറി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? കുക്കിംഗ് ടെക്നിക്ക് കൊടുക്കുന്നുണ്ട്, ആക്ടിവേഷൻസ്, അങ്ങനെ അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. അഡ്മിൻ ഈ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം നമ്മൾ എന്തായിട്ടായിരിക്കും കൊടുക്കുന്നത്? ലെവൽ 1 ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഷെഫിന്റെ ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ ഉണ്ട്, റെസിപ്പീസ് ഉണ്ട്, പിന്നെന്താണ് കണ്ടക്ട് പ്രോഗ്രാംസ് ഉണ്ട്, പബ്ലിഷ് കുക്കിംഗ് ആർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെന്താണ് ആക്ടിവേറ്റ് റെസിപ്പീസ് ഉണ്ട്. ഷെഫ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഷെഫ് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യുന്നോ അതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? സർക്കിളിനകത്ത് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും അത് എങ്ങോട്ടേക്കായിരിക്കും ചെല്ലുന്നത്? ഷെഫിലേക്ക് തന്നെ. പിന്നെ ഇത് കണ്ടോ, ഈ കണ്ടക്ട് പ്രോഗ്രാംസിനകത്തൊക്കെ കണ്ടോ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ കിടക്കുന്നുണ്ട്. വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള റെക്ടാങ്കിൾ. അതാണ് നമ്മൾ കണ്ട ഹൊറിസോണ്ടൽ ലൈൻസ് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു ഡേറ്റാ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ കേബിള്, ഡേറ്റാ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സംഭവം, ഡേറ്റാബേസ്. ആ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേറ്റാബേസ്. അതായത് കണ്ടക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്? ഡേറ്റാബേസിലേക്കായിരിക്കും സ്റ്റോർ ആവുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു DFDയുടെ ഒരു ഓവറോൾ ഡയഗ്രം എന്ന് പറയുന്നത് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോണം. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ സിസ്റ്റവും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു കുറച്ച് സിസ്റ്റത്തിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് ഐഡന്റിഫൈ ചെയ്യെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ DFD എന്താണെന്നുള്ളതും, അതായത് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ DFD ഒരു അതിന്റെ കോണ്ടെക്സ്റ്റ് വരച്ചുകൊണ്ട് വരിക. അതേപോലെ തന്നെ SRS കൂടെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിക്കോട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.